വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകരാത്രിയായിരുന്നു. വയനാട്ടിലെയും കോഴിക്കോടെയും ആശുപത്രികളിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തെക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന നടുക്കത്തിന്റെ ആഘാതത്തിലാണ്. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. രാത്രി 12 മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞു വരുന്ന കാഴ്ച. മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീ പറഞ്ഞതിങ്ങനെ: ഞങ്ങളുടെ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു. ഏകദേശം 12 മണിയൊക്കെ ആയി കാണും. ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു. വാതിലടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്ക് വെള്ളം വന്നിടിച്ചു പോയി. മക്കളെയൊക്കെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ എല്ലാവരും വെള്ളത്തിനടിയിൽ പോയി. പൊന്തി. പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ച്. ഇരുട്ടല്ലേ, ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അടുത്ത വീട്ടിലേക്ക് പോയി. ഡ്രസ്സൊക്കെ മാറി. മോളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുണിയൊക്കെ വച്ചു കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ. മക്കളെയൊക്കെ ബെർത്തിലും കട്ടിലും ഒക്കെ കയറ്റി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന 5 പേരെ കാണാനില്ല. മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരും ഭീകരരാത്രിയുടെ ഷോക്കിൽ നിന്ന് വിമുക്തരായിട്ടില്ല. മല്ലികയുടെ ബന്ധുവായ 6 പേരെയാണ് കാണാതായത്. കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം ലഭിച്ചതായി വിവരമുണ്ട്. ബാക്കി 3 പേരെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല. മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു. വാതിലും മതിലുമെല്ലാം തലയിലാണ് വീണത്. വീട്ടിലാകെ വെള്ളം നിറഞ്ഞു. ഭയങ്കര ശബ്ദമായിരുന്നു. ഭാര്യയെയും പെങ്ങളെയും മകളെയും കാണാനില്ല. മണിക്കൂറുകളോളം വീടിനുള്ളിൽ കുടുങ്ങി. ഞാൻ ഒരു ഓരത്തിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ചെളിയിൽ കിടന്ന നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴാണ് ആളുകൾ രക്ഷിക്കാനെത്തിയത്. എല്ലാ രേഖകളും അടക്കം സർവ്വതും നശിച്ചു. ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ ആവശ്യമുള്ളൂ. ചൂരൽമല സ്വദേശിയായ വയോധികൻ പറയുന്നു. രാത്രി 1 മണിക്കാണ് ഉരുൾപൊട്ടിയത്. വീടിനകത്ത് വെള്ളം അടിച്ചു കയറി. കമ്പികളും മരത്തടികളും ഇടിച്ചു കയറി. ഭാര്യ ചെളിയിൽ കുടുങ്ങി. വലിച്ചിട്ട് കിട്ടിയില്ല. വാടകക്കാരനായ യുവാവ് എത്തിയത് ഭാര്യയെ രക്ഷിച്ചു. പിന്നീട് തൊട്ടടുത്ത മകന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അവരും ഭയന്നിരിക്കുകയായിരുന്നു. രാത്രി ഞങ്ങൾ എല്ലാവരും നടന്ന് റോഡിലെത്തി. മറ്റൊരു വീട്ടിൽ അഭയം തേടി. ദേഹത്തെ ചെളിയെല്ലാം കഴുകിക്കളയുന്നതിനിടെ രണ്ടാമതും ഉരുൾപൊട്ടിയെന്ന് വിവരം അറിഞ്ഞു. ഇതോടെ അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു വണ്ടി കിട്ടി. അതിൽ കയറി രക്ഷപ്പെട്ടു. ഭാര്യ ഇപ്പോഴും ICUവിലാണ്. കുട്ടികളടക്കം 8 പേർ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുട്ടി ഒലിച്ചുപോയി ഒരിടത്ത് തങ്ങി നിന്നു. കുട്ടിക്ക് തലയിടിച്ച് പരിക്കുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ഒരാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും ബാക്കിയുള്ളവർ ചികിത്സയിലാണെന്നും ചൂരൽമല സ്വദേശിയായ പെൺകുട്ടി പറയുന്നു. അതേസമയം മറ്റു ചിലരാകട്ടെ ദുരന്ത ഭൂമിയിൽപ്പെട്ട തങ്ങളുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ നിസ്സഹായാവസ്ഥയിലാണ്. എന്റെ ബാപ്പയും സഹോദരനും സഹോദരന്റെ മകനും അവിടെ മരിച്ചു കിടക്കാണ്. ഒരാള് സ്ലാബിനടിയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞ് സഹോദരന്റെ മകൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇർഷാദും ബന്ധുക്കളും. ദുരന്ത ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് എത്താനാകാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇർഷാദ്. 1.5 കിലോമീറ്റർ പോയാലേ അങ്ങോട്ട് എത്താനാകൂ. അതിന് ഈ പുഴ കടക്കണം. ഹെലികോപ്റ്റർ അല്ലാതെ അങ്ങോട്ട് കടക്കാനാവില്ല എന്ന് ഇർഷാദിന്റെ പിതൃ സഹോദരൻ പറയുന്നു. എന്റെ ബാപ്പയും ഏട്ടന്റെ മകനും പെങ്ങളുടെ മകനുമാണ് മരിച്ചു കിടക്കുന്നത്. സ്ലാബിനടിയിൽ കിടക്കുന്ന ആൾ ജീവനുണ്ട്. അവനെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനെയോ ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇർഷാദ് പറയുന്നുണ്ട്.